CPM ജയിക്കുമെന്ന് CPM പറയുന്ന സീറ്റുകൾ, CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത സീറ്റുകളാണ് ഞാനിനി പറയാൻ പോകുന്നത്. നമുക്ക് വടക്ക് തുടങ്ങാം. വടക്ക് ഉദുമ, രണ്ടാമത്തത് കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി. കാസർഗോഡിലെ 2 സീറ്റുകൾ നമ്മൾ പറഞ്ഞു, ഉദുമയും കാഞ്ഞങ്ങാടും പറഞ്ഞു. മഞ്ചേശ്വരം ഇല്ല, ശ്രദ്ധിക്കേണ്ടതാണ്. മഞ്ചേശ്വരം ഇല്ല. കണ്ണൂരിലേക്ക് വരും. പിന്നെ വരുമ്പോൾ തൃക്കരിപ്പൂർ ഉറപ്പാണ്, നമ്മുടെ കസേര വാര്യർ തോൽക്കും. തളിപ്പറമ്പ്, കഴിക്കോട്, ധർമ്മടം, പിണറായിയുടെ ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, പേരാമ്പ്ര. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു സംശയമില്ല. എനിക്ക് ബാലുശ്ശേരി, എലത്തൂർ, മാനന്തവാടി, വയനാട് എത്തി. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കുകയാണ്. കോഴിക്കോട് നോർത്ത് CPM പ്രതീക്ഷിക്കുന്നു. BJP നല്ല മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലമാണ്. പിന്നെ ബേപ്പൂർ ഇന്നലെ അൻവർ പറഞ്ഞു, റിയാസിനെ തോൽപ്പിച്ചാൽ ഞാൻ തല മുട്ടയടിച്ച് കടുക്കനിട്ട് കോഴിക്കോട് അങ്ങാടി കൂട്ടി നടക്കും എന്ന് പറഞ്ഞു. മിക്കവാറും നമുക്കത് കാണേണ്ടി വരും. അമ്പറിക്ക മുട്ടയടിച്ച് കരിപൂശി കമ്മലിട്ട് നടക്കുന്ന കാണേണ്ടി വരുമെന്നാണ് CPMൻ്റെ പട്ടിക കാണുമ്പോൾ പറയുന്നത്. ഇത് തീർന്നില്ല. അടുത്തത് തവനൂർ, പൊന്നാനി, പട്ടാമ്പി, ഷൊർണൂർ. നമ്മുടെ ശങ്കുട്ടി ദാസ് നല്ല മത്സരം കാഴ്ചവെച്ച ഷൊർണൂർ CPM ജയിക്കുമെന്ന് അവർ പറയുന്നു. ഒറ്റപ്പാലം, കൊങ്ങാട്. ഒറ്റപ്പാലം കഴിഞ്ഞ് കൊങ്ങാട് നമ്മൾ പാലക്കാട് ജില്ലയിലേക്ക് കയറുന്നു. പാലക്കാട് ജില്ലയിൽ ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. BJP ഏതാണ്ട് 49,000-ഓളം വോട്ട് ലോക്കൽ ബോഡി ഇലക്ഷന് പിടിച്ച മണ്ഡലമാണ് മലമ്പുഴ ജയിക്കുമെന്ന് CPM പറയുന്നു. കൃഷ്ണകുമാർ അതിശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും BJPയെ പരാജയപ്പെടുത്തി സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നാണ് CPM വിശ്വസിക്കുന്നത്. അടുത്തത് തിരൂർ, നെന്മാറ, ആലത്തൂർ, ചേലക്കര, കുന്നംകുളം. പിന്നെ അടുത്തത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ മണ്ഡലം ഗുരുവായൂർ. ഗോപാലകൃഷ്ണന്റെ ഗുരുവായൂർ. എങ്ങനെയാണ് ഗുരുവായൂരിലെ ഒരു ഹിന്ദു MLA കിട്ടുമോ ഗുരുവായൂർ ഇത്തവണ? അത് CPM ജയിക്കുന്നതാണ് പറയുന്നത്. ഗുരുവായൂർ കഴിഞ്ഞിട്ട് ഒല്ലൂർ, നാട്ടിക, കയ്പമംഗലം, പുതുക്കാട്, കൊടുങ്ങല്ലൂർ.